ഫാദർ ജോൺസൺ തെക്കേടിയിൽ അദ്ദേഹം ആ തിരുവസ്ത്രം ധരിച്ചിട്ടല്ല വന്ന് ഇത്തരം ആർഗ്യുമെന്റ്സ് പറഞ്ഞെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞേനെ. എന്നാലും കോലഞ്ചേരിയിലെ പ്രശ്നങ്ങൾക്ക് അവസാനിപ്പിച്ചിട്ട് മതിയായിരുന്നു ഞങ്ങളുടെ ജാതി പ്രശ്നവും ഞങ്ങളുടെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ. പിന്നെ താങ്കൾ പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇറ്റലിയിൽ നടക്കുന്ന മാഫിയ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പോപ്പാണോ ഉത്തരവാദി, അല്ലെങ്കിൽ ചർച്ചാണോ ഉത്തരവാദി? കുറച്ചുകൂടി നല്ലത് ജിൻഡോന് പകരം താങ്കൾ അവിടെ വന്നിരിക്കുമായിരുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോ ഇവിടെ പറയുന്നത് പോലെ മതപരിവർത്തനം എന്ന് ചാപ്പകുത്തി ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെ വിലക്കാൻ ഇത് ഇടയാക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. എന്താണ് നിന്റെ പ്രശ്നം? ആദിവാസി മേഖലകളിൽ പ്രത്യേകിച്ച് വനാന്തരങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുണ്ട്, ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട സംഘടനകളുണ്ട്. അപ്പോൾ ആ സംഘടനകളെ, ആ NGO-കളെ എല്ലാം പൂട്ടാനുള്ള ഒരു ഏർപ്പാടായി ഇത് മാറുമോ എന്നുള്ളതാണ് ഈ ആശങ്കയുടെ കാതൽ. എന്തൊരു ചൊറിച്ചില്! നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? നോക്കൂ, ഈ രണ്ട് എൻ്റെ മഹത്ത് സുഹൃത്തുക്കളും ഈ ഡിബേറ്റിന്റെ കൂടെ നിൽക്കുന്നവരും, ജിൻഡോയും അതേപോലെ റവറൻഡ് ഫാദർ ജോൺ അദ്ദേഹവും, ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നും കൃത്യമായ വ്യക്തതയില്ല എന്ന് ഈ ഡിബേറ്റ് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. വളരെ വ്യക്തമായി ഇന്ന പോയിന്റുകളിലാണ് ഞങ്ങൾക്ക് എതിർപ്പ് എന്ന് പറയാൻ ഇവർക്ക് രണ്ടുപേർക്കും സാധിച്ചിട്ടില്ല. അതിനേക്കാൾ മനോഹരമായി അഭിലാഷ് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഏതായാലും മുത്തലാഖിനോട് തുല്യമായി ഇതിനെ ഉദ്ദേശിച്ചത് മുത്തലാഖ് നിയമം പോലെ ഏറ്റവും മോശപ്പെട്ട നിയമമാണ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ RSSനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് പറഞ്ഞു. RSS ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വളരെ വർഷങ്ങളായി. FCRA ഫണ്ട് ഏതെങ്കിലും RSS സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ താങ്കളുടെ സർക്കാർ നിരന്തരം ഉണ്ടായിരുന്നല്ലോ, അന്വേഷിക്കാമല്ലോ. ഇപ്പോഴും കർണാടക സർക്കാർ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കർണാടകയിൽ നിരോധിക്കട്ടെ. പരമശിവം സ്പിരിറ്റ് എടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട്. അത്തരം ആരോപണങ്ങൾ FCR നിയമത്തിൽ വലിയ പരാധീനകൾ, വലിയ ഫണ്ട് RSS വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള തെറ്റായ രീതിയിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് ജിൻഡോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ DK ശിവർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും RSSനെ നിരോധിക്കണം. ഞാനും ജിൻഡോനെ പിന്തുണയ്ക്കാം. ഈ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ആക്ടിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ക്രിസ്ത്യൻ സംഘടനകൾ മതപരിവർത്തനം ചെയ്യുന്നു എന്ന ആരോപണമാണ്. അത്തരം ആരോപണങ്ങൾ ക്രിസ്ത്യൻ സംഘടനകളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് എന്നാണല്ലോ ഇത്തരം ആരോപണങ്ങളുടെ ഒരു രത്ന ചുരുക്കം. ഈ പറഞ്ഞതിന് വേറൊരർത്ഥമില്ലേ? ഇതെന്തിനാണ് ഒരു മതപരിവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഞങ്ങളെ കുറിച്ചാണെന്ന് തെറ്റിദ്ധരിക്കുവാനുള്ള എന്ത് പാതകമാണ് ഇവർ ചെയ്തത് എന്ന് ഇവർ തന്നെ പറയണം. മതപരിവർത്തനത്തിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? മഹാത്മാഗാന്ധി തന്നെ നവംബർ 5, 1932 എഴുതിയതാണ് മതപരിവർത്തനത്തെ ആണ് ഞാൻ നിരോധിക്കുക, എനിക്ക് 1 മണിക്കൂർ ഭരണം കിട്ടിയാൽ എന്ന രീതിയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കോട്ട് പറഞ്ഞുതരാം. കയ്യിന്ന് പോയടാ ചാർലി. BJP സർക്കാർ ഭരിക്കുന്നതിന് മുൻപും ഇത്തരത്തിൽ ഇന്ത്യയെ തകർക്കുവാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടംകുളം പദ്ധതി അടക്കം, നർമ്മദ പദ്ധതി അടക്കമുള്ള പല പദ്ധതികളും ഇന്ത്യൻ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ തകർക്കുവാനായിട്ട് ചൈനയും അതുപോലെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളും നിരന്തരം ശ്രമിച്ചിട്ടുണ്ട് എന്ന് BJP മാത്രമല്ല മൻമോഹൻ സിംഗ് അടക്കം പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാനല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മതപരിവർത്തനം നടത്തുവാനായിട്ട് വിദേശ ഫണ്ടുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് ഞങ്ങളെ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. അതൊരു ഭൂഷണവുമല്ല എന്നതിൽ സഭയ്ക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഗ്രാമവാസികളെ, പ്രത്യേകിച്ച് SC/ST വിഭാഗങ്ങളെ, വനവാസികളെ ഇത്തരം അവരുടെ കൺവേർഷൻ നടത്തുകയാണെങ്കിൽ, അവരുടെ ജീവിതപരമായ മതപരമായല്ല, അതിന് വിദേശ ഫണ്ട് സ്വീകരിച്ച് മാത്രമേ പറ്റുള്ളൂ എന്നുണ്ടോ? അതും ശരിയാണല്ലോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആദിവാസി സംഘടനകളിൽ പ്രവർത്തിക്കുന്നത് BJPയുടെയും RSSന്റെയും സംഘടനയാണ്. ഞങ്ങൾക്ക് വിദേശ ഫണ്ട് അവിടെ നിന്ന് വരുന്നില്ലല്ലോ, ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ഇതിനേക്കാൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ എത്രയും വിദേശത്ത് ആദിവാസി സംഘടനയിൽ പ്രവർത്തിക്കുന്ന, ആദിവാസി MLA-മാരുള്ള, ആദിവാസി സ്കൂളുകളുള്ള ഏത് സംഘടന ഉണ്ടെന്ന് ഇന്ത്യയിൽ? എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. സോഷ്യൽ മീഡിയ അക്കൗണ്ടിന്റെ കാര്യം അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ വിദേശ സംഭാവന വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യം പൂട്ടി പുസ്തകത്തിനകത്ത് വെച്ചോളൂ, വിദേശ സംഭാവന വാങ്ങുന്നവരൊന്നും വർത്താനം പറയണ്ട എന്നാണല്ലോ അതിന്റെ സാമാന്യമായ മലയാളം. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് സൈനികമായി മാത്രമല്ല. ഇന്ന് ഇത്തരം വിദേശ ശക്തികൾ ഇന്ത്യയെ നിരന്തരമായി ആക്രമിക്കുന്നത് ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ അതിന്റെ വികസന പ്രവർത്തനങ്ങളെ കൂടി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൂടംകുളങ്ങളിലും നർമ്മദയിലും പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെയും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെയും മേലങ്കി അണിഞ്ഞിട്ട് നിരന്തരമായി ഇന്ത്യയുടെ വികസന പ്രവർത്തനത്തെ നിരന്തരം തടയുന്ന ഒരു വിഭാഗത്തെ നമ്മൾ നിരന്തരം കണ്ടിട്ടുണ്ട്.
ഇതെല്ലാം നല്ല നയങ്ങളായിട്ടാണ് തോന്നുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരത്തിലുള്ള അണ്ടർഗ്രൗണ്ട് ഫണ്ട് അല്ലെങ്കിൽ ഇലക്ഷൻ പാർട്ടിക്ക് ഡയറക്റ്റ് കൊടുക്കാണ്ട് അതിനെ സഹായിക്കുന്ന ആളുകൾക്കും അതിന്റെ പ്രസ്ഥാനങ്ങൾക്കും കൊടുത്തുവാനുള്ള പ്രശ്നം ഇതെല്ലാം അംഗീകരിക്കേണ്ടതല്ല. ഇതൊക്കെ അതല്ല, ഏത് രാജ്യത്തു നിന്നും പണം മേടിച്ചിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കും അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർക്കും നിരന്തരം പണം കൊടുത്തുകൊണ്ടിരുന്നാൽ മക്കൾക്കും എല്ലാം പണം കൊടുത്തുകൊണ്ടിരുന്നാൽ അത് മാസപ്പടിയായി കൊടുത്താൽ ഒരു പ്രശ്നവുമില്ല ജിൻഡോ എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? ശ്രീ ജോണി പള്ളിവാതിക്കൽ സൂചിപ്പിച്ചതുപോലെ 2010 ഈ നിയമത്തിന്റെ സമഗ്രമായ പൊളിച്ചെഴുത്ത് നടന്നത്. അപ്പോൾ അന്ന് ഉദ്ദേശിച്ച ഇന്റൻഷൻ അപ്പുറത്തുള്ള ഇന്റൻഷൻ ഈ സർക്കാരിന് ഉണ്ടാവുകയും അതനുസരിച്ച് ആരെങ്കിലും ഞെരുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായി എന്താണ്? അല്ല അഭിലാഷ്, നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ രാജ്യത്ത് ഇന്നിപ്പോ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, അതുപോലെ CBSE കെടുകാര്യസ്ഥത. യുവാക്കളും ഈ രാജ്യത്തെ വിദ്യാർത്ഥികളും ഒക്കെ വലിയ ആശങ്കയിലായിരിക്കുന്നു. 10-20 പേര് ആത്മഹത്യ ചെയ്യുന്ന സമയം ഉണ്ടാവും. 25 ലക്ഷത്തോളം മനുഷ്യർ വലിയ ആശങ്കയിലായിരിക്കുന്ന സമയം. വിലക്കയറ്റം, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. അമേരിക്കയിൽ ട്രംപിന് തോന്നിയ പോലെ ചെയ്യുമ്പോൾ ഈ രാജ്യത്തെ മനുഷ്യർ വല്ലാത്ത രീതിയിലുള്ള ആശങ്കയിലാകപ്പെടുന്ന സാഹചര്യം. ഫോറിൻ പോളിസിയിലുള്ള നിരന്തരമായിട്ടുള്ള ചാഞ്ചാട്ടം, നമുക്ക് കൃത്യമായ ഒരു നിലപാടില്ലായ്മ, ഇതെല്ലാത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഈ FCRA പോളിസി ഇപ്പോൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇവിടെ ഇന്ത്യയുടെ വികസനത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വിദേശ ഏജൻസികൾ ഫണ്ടിങ് കൊടുക്കുന്നു എന്നതാണ്. ഇന്ത്യയുടെ വികസനത്തെ ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലും വിമാനയാത്ര നടത്തിയിട്ട് സ്വയം വിശ്വഗുരു എന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യത്തെ മറ്റ് രാജ്യത്തുള്ള സംഘടനകൾ തകർക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നിട്ട് ഇനി എന്തിനാണ് മതപരിവർത്തനം? ഇനിയിപ്പോൾ മതപരിവർത്തനം നിങ്ങൾക്ക് വലിയ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് മതമായാലും നിങ്ങൾ പറയുന്ന മതത്തിൽ തന്നെ പിടിച്ചു നിർത്തിയിട്ട് എന്ത് സേവനമാണ് ഈ മനുഷ്യർക്ക് കൊടുക്കുന്നത്? അവർക്ക് വിലക്കയറ്റിൽ നിന്ന് ഒരു ആശ്വാസം കൊടുക്കുന്നുണ്ടോ? പട്ടിണി മാറാനായിട്ട് ഒരു ആശ്വാസം കൊടുക്കുന്നുണ്ടോ? അവർക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഒരു ആശ്വാസം കൊടുക്കുന്നുണ്ടോ? പെട്രോളിയം നികുതി ഭീകരതയിൽ നിന്ന്, കൊള്ളയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നുണ്ടോ? എല്ലാവരെയും ഒരുപോലെ കാണുന്നുണ്ടോ? ആദിവാസികളെയും ദളിതരെയും പാവപ്പെട്ടവരെയൊക്കെ തല്ലി ആൾക്കൂട്ട വിചാരണയൊക്കെ നടത്തി കൊല്ലുമ്പോൾ നിങ്ങൾ അവരെയൊക്കെ ഒരുപോലെ കാണുന്നുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാണ് മതത്തിൽ നിൽക്കണമെന്ന് നിർബന്ധിക്കുന്നത്? ഒന്നാമത് ഈ RSS എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് സംഘടനയല്ല എന്നും ഈ അടുത്ത സമയത്ത് നമ്മുടെ അയൽ സംസ്ഥാനമായിരിക്കുന്ന കർണാടകയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വളരെ കൃത്യമായിട്ടൊരു ചോദ്യം ചോദിച്ചു. അതുപോലെ കുഗ്രാമങ്ങളിലേക്ക് ഇവരാരും തന്നെ കയറി ചെല്ലുകയില്ല. തന്നെയല്ല, അവിടെ ജാതിയുടെ വ്യവസ്ഥിതി ഭയങ്കരമായിട്ടുള്ളതാണ്. ചണ്ടാള വർഗത്തിൽപ്പെട്ട ആളുകളെ ഇവരാരും തന്നെ നോക്കുക പോലുമില്ല. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ആ മാനവികതയുടെ മൂർത്തിഭാവമായിട്ടുള്ള ക്രൈസ്തവ സമൂഹം കയറി ചെല്ലുകയും അവരെ അവിടെ എല്ലാ വിധത്തിലും പഠനത്തിലായാലും ജീവിത സാഹചര്യങ്ങളായിരുന്നാലും തൊഴിൽ മേഖലകളായിരുന്നാലും അഭിവൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. ഇവനെ തടയണ്ട, അയച്ചുവിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. കേട്ടോ ശിവശങ്കർജി, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് ഫണ്ട് വന്നാലും വന്നില്ലെങ്കിലും ഇത് ഞങ്ങളുടെ ഒരു മിഷനാണ്, ഞങ്ങളുടെ ഒരു ദർശനമാണ്, ഞങ്ങളുടെ ഒരു നിയോഗമാണ്. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? ഫാദർ ജോൺസൺ തെക്കേടിയിൽ അദ്ദേഹം ആ തിരുവസ്ത്രം ധരിച്ചിട്ടല്ല വന്ന് ഇത്തരം ആർഗ്യുമെന്റ്സ് പറഞ്ഞെങ്കിൽ ഞാൻ ഉത്തരം പറഞ്ഞേനെ. പക്ഷേ താങ്കളുടെ തിരുവസ്ത്രത്തെയും താങ്കളുടെ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ബഹുമാനിക്കുന്നതുകൊണ്ട് താങ്കൾ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഞാൻ ഇപ്പോൾ തൽക്കാലം ഉത്തരം പറയുന്നില്ല. തന്റെ തന്തയല്ല എന്റെ തന്ത. കുറച്ചുകൂടി നല്ലത് ജിൻഡോന് പകരം താങ്കൾ അവിടെ വന്നിരിക്കുമായിരുന്നു എന്നുള്ളതാണ് കാര്യം. പക്ഷെ എന്നിരുന്നാലും കോലഞ്ചേരിയിലെ പ്രശ്നങ്ങൾക്ക് അവസാനിപ്പിച്ചിട്ട് മതിയായിരുന്നു ഞങ്ങളുടെ ജാതി പ്രശ്നവും ഞങ്ങളുടെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ. പിന്നെ താങ്കൾ പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇറ്റലിയിൽ നടക്കുന്ന മാഫിയ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പോപ്പാണോ ഉത്തരവാദി, അല്ലെങ്കിൽ ചർച്ചാണോ ഉത്തരവാദി? മറ്റു സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും വല്ല ബ്രാഹ്മണനോ നമ്പൂതിരിയോ അവിടുത്തെ ജാതീയ പ്രശ്നങ്ങൾ കാണിക്കുന്നതുകൊണ്ട് RSS എന്തുത്തരം ചെയ്തു? അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ തലയെ കെട്ടിവെച്ച് താങ്കൾക്ക് മാത്രം ഒരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നത് നിരുത്തരവാദിത്വപരമാണ്. ഇത്തരം വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത്തരം മോശമായ ആർഗ്യുമെന്റ്സ് ഇറക്കിയാൽ ഞങ്ങൾക്കും അതിനുള്ള ഉത്തരം പറയേണ്ടി വരും. അതങ്ങോട്ട് 8 മടക്കി മടിക്കുത്തിരി താഴെ വെച്ചോണം കേട്ടോ. ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പും ഏതാണ്ട് 200-300 വർഷങ്ങൾക്ക് മുമ്പും ഇന്ത്യയിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസം നടന്നതെന്നും അത്തരം വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെയാണ് ഹിന്ദു സംഘടനകൾ നടത്തിയത്, RSS അല്ല കേട്ടോ, ഹിന്ദു സംഘടനകൾ നടത്തിയിരുന്ന എങ്ങനെയായിരുന്നു, അവിടെ ദളിതർ എത്ര പഠിച്ചിരുന്നു എന്നും അവിടെ എത്ര ക്രിസ്ത്യാനികൾ എത്ര മുസ്ലിങ്ങളും പഠിച്ചിരുന്നു, ആ ഭാഗത്ത് എത്ര ക്രിസ്ത്യൻ സംഘടനകൾ ഉണ്ടായിരുന്നു എന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരുന്നു. താങ്കൾ ദയവായിട്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇത്തരം ആർഗ്യുമെന്റിൽ ഇറങ്ങണം എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജിൻഡോ പറയുന്നുണ്ട് റഷ്യയിലും ചൈനയിലും എന്തുകൊണ്ട് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്നത്. അവിടെ നേരെ സ്റ്റേറ്റ് മാത്രമാണോ? ഡീപ് സ്റ്റേറ്റ് എന്നുള്ള പ്രയോഗം അത് BJP RSS ഉണ്ടാക്കിയതാണോ? അത്തരം രാജ്യങ്ങളിലെ ചില രഹസ്യ സംഘടനകൾ ഇന്ത്യ തകർക്കാൻ ശ്രമിക്കുന്നുള്ളത് BJP അധികാരത്തിൽ വന്നതിന് മുമ്പ് ഇത്തരം സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിയിട്ടുണ്ട്. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?